ചിലരിങ്ങനെ കളിയാക്കും, എല്ലായിടത്തുണ്ട് മൂല്യന്മാർക്ക് ഒരു അൽഫാത്തിഹ. എന്താ അങ്ങനെ പറയേണ്ട കാര്യം? ഇത് മുസ്ലിം അല്ലാത്ത ഒരാൾ പറയണമെങ്കിൽ ഓക്കെ, അവർക്ക് പിന്നെ എന്തും പറയാം, അവരറിയില്ലാത്തവരാണ്, വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും. ഇത് ഒരു മരണ വീട്ടിൽ അവിടെ ദ്വാരക്കാൻ നിന്നാൽ ഇവിടെ ദ്വാരക്കണ്ട കേട്ടോ. നിക്കാഹ് നടന്നിരിക്കുന്ന സദസ്സാണ്, ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു ഫാത്തിഹ ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 3 ഓതിയ ഖുർആൻ മുഴുവനായിട്ട് ഓതിയ ഫളിലാണ്. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, എല്ലാ ഷർറിനും കാവലാണ്. അത് ഓതിയിട്ട് ദ്വാരക്കാൻ വിടൂല. ഇതിന് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? എന്താ ചോദ്യം. പൊന്നാര ചങ്ങാതി, ഇങ്ങനെ ചെയ്യരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരാൾ യാത്ര പുറപ്പെടുകയാണ്, അവിടെ ദ്വാരക്കൂലേ? എത്ര വലിയ പുണ്യമാണ്. എന്താണ് ദ്വാരക്കുന്നത്? ഒന്ന് ഫാത്തിഹ, ഖുർആനല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഇത്രയും പവർഫുള്ളായ സൂറകളാണത്. അതൊക്കെ ഒന്ന് ഓതി കിട്ടാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഒരു മനുഷ്യൻ ഒന്ന് ഓതി തരട്ടെ, ആരെങ്കിലും ഒന്ന് ദുആ ചെയ്യട്ടെ, ഒന്ന് ആമി പറഞ്ഞാൽ പോരെ. എത്ര ഭാഗ്യമാണ്, എത്ര സൗഭാഗ്യമാണ്, എത്ര പുണ്യമാണ്. ഉമ്മമാരും വാപ്പമാരൊക്കെ മരിച്ചു കിടക്കുമ്പോഴേ എത്ര സ്വറ പറഞ്ഞാലും കുഴപ്പമില്ല, അവിടെ ഖുർആൻ ഓതി എണീറ്റ് പോകണം ഇല്ലേ? ഖുർആൻ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിക്കുന്ന മക്കളില്ലേ? ആരാ ഇവരെങ്ങനെയൊക്കെ പഠിപ്പിച്ചത്? ആരാണ് ഇവരുടെ തലയിലേക്ക് ഇങ്ങനെ വിഷം വെച്ചു കൊടുത്തത്? അവിടെ വർത്തമാനം പറയുന്നതും സ്വറ പറയുന്നതും അതിനൊക്കെ ഒന്നും തെളിവ് വേണ്ട, ഇതിന് തെളിവ് വേണമല്ലോ. അവിടെയാണ് ചെയ്യരുത് എന്ന് പറഞ്ഞ വിഷയങ്ങൾ ചെയ്യാൻ പാടില്ല. മഫ്തുഹായി വിട്ട ചില വിഷയങ്ങളുണ്ട്, അത് ലിമിറ്റ് ചെയ്തിട്ടില്ല നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരം ഇബാദത്തുകൾ എവിടെ ചെയ്താലും ഇബാദത്തല്ലേ, ഖുർആനല്ലേ, ദിക്റല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം വ്യക്തമായി പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹു റദ്ദുൻ. മൻ അമില അമലൻ, ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുനാ, ആ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കൽപ്പന വന്നിട്ടില്ല, നമ്മൾ കൽപ്പിക്കാത്ത കാര്യമാണ്. നോക്കണം നിങ്ങൾ, ഏതെങ്കിലും ഒരു പ്രവർത്തനം ഒരാൾ ദീനിന്റെ മാർഗത്തിൽ ചെയ്യുകയാണ്, ലൈസ അലൈഹി അംറുനാ, നമ്മളത് കൽപ്പിച്ചിട്ടില്ല, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാർഗത്തിൽ നിലകൊണ്ടിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടിട്ടില്ലാത്ത ഒരു വഴിയിൽ ഒരാൾ ഒരു പുതിയ മാർഗം ഉണ്ടാക്കിയാൽ, ഒരു പുതിയ പ്രവർത്തനം ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, സ്വീകരിക്കാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല അത് നിങ്ങൾ നല്ലതാണോ എന്ന് പരിശോധിക്കണം, ചീത്തതാണോ എന്ന് പരിശോധിക്കണം, നാട്ടിലുള്ളവർ ചെയ്യുന്നതാണോ എന്ന് പരിശോധിക്കണം, ജനങ്ങൾ കാലാകാലമായി പിന്തുടരുന്നതാണോ എന്ന് പരിശോധിക്കണം, ബഹുഭൂരിപക്ഷം ചെയ്യുന്നതാണോ എന്ന് നോക്കണം. ഒന്നും പറഞ്ഞില്ല. ചില ആളുകൾ ഓരോ സന്ദർഭത്തിൽ ഓരോ ഇബാദത്ത് ഉണ്ടാക്കും. മയ്യത്ത് കിടക്കാൻ മരിച്ച വീട്ടിൽ അപ്പോൾ ഒരു ചങ്ങായി അങ്ങ് കയറി വരും, നിങ്ങൾ എല്ലാവരും ഇരിക്കല്ലേ, എന്നായിക്കോട്ടെ സൂറത്തുൽ ബഖറ എല്ലാവരും ഓതി തീർത്താളി. അപ്പൊ ഒരു വല്ല തെളിവുണ്ടോ? ബഖറല്ലേ, ഖുർആനല്ലേ, ഓദിക്കോ, അതിലിപ്പോ എന്താ ഒരു കുഴപ്പമുള്ളത് എന്ന് ചോദിക്കും. ഇല്ല, ദീനിന്റെ കാര്യത്തിൽ ഒരു ഇബാദത്ത് ഒരു പ്രത്യേക രൂപത്തിൽ നിശ്ചയിക്കണമെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു നൽകണം. ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ചില ആളുകൾ അപ്പൊ തിരിച്ചു, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്നേഹല്ലേ, നമ്മൾ ഭക്ഷണല്ലേ കൊടുക്കുന്നത്, നമ്മൾ അവിടുത്തെ പേര് സ്വലാത്തല്ലേ ചൊല്ലുന്നത്, അള്ളാഹിനോട് ദുആ ചെയ്യല്ലേ ചെയ്യുന്നത്, ദിക്റിന്റെ മജ്ലിസ് ഉണ്ടാക്കിയല്ലേ ചെയ്യുന്നത്. ഈ പറഞ്ഞതൊക്കെ അതിൽ പലതും ഖൈറായ കാര്യമാണ്. പക്ഷേ ഇത് ഈ ദിവസം ഇന്ന രൂപത്തിൽ പ്രത്യേകമായ ഒരു ഇബാദത്തായി നിശ്ചയിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കണം. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു മസ്ജിദിലേക്ക് കയറി വന്നപ്പോൾ അവിടെയുണ്ട് കുറച്ച് ആളുകൾ കൂടിയിരിക്കുന്നു. ആ കൂടിയിരിക്കുന്ന ആളുകൾ, അവർക്ക് ഒരു നേതാവുണ്ട്, അയാളുടെ കയ്യിൽ കുറച്ച് കല്ലുകളുണ്ട്. അയാൾ പറയും, തന്റെ കൂട്ടാളികളോട് അയാൾ പറയും, ഹല്ലിലൂ മിഅ, നിങ്ങൾ 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും 100 തവണ. സബ്ബിഹു മിഅ കബ്ബിറു മിഅ, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് 100 തവണ പറയുക, അൽഹംദുലില്ലാഹ് എന്ന് 100 തവണ പറയുക, അല്ലാഹു അക്ബർ എന്ന് 100 തവണ പറയുക. എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ പറഞ്ഞതിന്? പറയുന്നത് തസ്ബീഹാണ്, തക്ബീറാണ്, തഹ്മീദാണ്, തഹ്ലീലാണ്, ഇബാദത്താണ്, ദിക്റുകളാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വയസ്സായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു നടക്കുന്നതിന് വേണ്ടി. ആ വടി കൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്ന ആളുകളെ ആട്ടിപ്പറഞ്ഞേച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മാ ഹാദല്ലദി അറാക്കും തഫഅലൂൻ, നിങ്ങൾ എന്താണ് ചെയ്തു കൂട്ടുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ദിക്ർ എടുക്കുകയാണ്, ഞങ്ങൾ ഹൽഖ ഉണ്ടാക്കിയിരിക്കുകയാണ്, ദിക്റിന്റെ ഹൽഖയാണിത്. അദ്ദേഹം പറഞ്ഞു, ഫഉദ്ദു സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ തിന്മകളാണ് രേഖപ്പെടുത്തേണ്ടത്. എന്നുമ്പോൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ തിന്മകളാണ്, നന്മകളല്ല. ഫഅന ളാമിനുൻ അല്ലാ യദിഅ മിൻ ഹസനാതികും ഷൈ, നിങ്ങളുടെ നന്മകളൊന്നും അല്ലാഹു പാഴാക്കുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിന്റെ സമൂഹമേ നിങ്ങൾക്ക് നാശമുണ്ടാകട്ടെ. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഒരു മസ്ജിദിൽ കൂടിയിരുന്ന് കുറച്ചു നേരം കൂടിയിരുന്ന് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു രൂപമുണ്ടാക്കി തക്ബീറും തഹ്മീദും ചൊല്ലിയതിനാണ്. അതിനാണ് അദ്ദേഹം പറഞ്ഞത്, വൈഹക്കും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദിന്റെ സമൂഹമേ നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതകും, നിങ്ങളുടെ നാശം എത്ര വേഗത്തിലാണ് സംഭവിക്കുന്നത്. ഹൗലാഇ സഹാബത്തു നബിയ്യുക്കും മുതവാഫിറൂൻ, ഇതാ സഹാബിമാർ ഇവിടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. വഹാദിഹി സിയാബുഹു ലം തബ്ല, അവിടുത്തെ വസ്ത്രങ്ങൾ നുരുമ്പിപ്പോയിട്ടില്ല. വഅനിയതുഹു ലം തുക്സർ, അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയില്ല. അതിനു മുൻപ് തന്നെ നിങ്ങൾ ദലാലത്തിന്റെ വാതിലുകൾ തുറക്കുകയാണ്.